ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് പാട്രിയോട്ട് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുറച്ചധികം ആൾക്കാർ പെരിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സ്പൈവെയറിനെതിരെ സംസാരിക്കുന്നതാണ്. ഈ പെരിസ്കോപ്പ് എന്ന് പറയുന്ന സ്പൈവെയർ ഒരു മിലിറ്ററി ഗ്രേഡ് സ്പൈവെയർ ആയിരുന്നു. ഗവൺമെന്റ് അത് സീക്രട്ട് ആയിട്ട് വാങ്ങിയതാണ്. എന്നാൽ ആ ഒരു സ്പൈവെയർ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഒരു പ്രൈവസിയുമില്ല. അവരുടെ ഫോണിൽ നിന്നും ഡേറ്റാസ് മോഷണം പോകുന്നു. ഒരുപാട് കംപ്ലൈന്റുകൾ വന്നു തുടങ്ങിയതോടുകൂടി സെൻട്രൽ മിനിസ്റ്ററായ നളിനി എന്ന സ്ത്രീ ഡിഫൻസ് മിനിസ്റ്ററായ JP സുന്ദരത്തിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. JP സുന്ദരത്തിനെ എല്ലാവരും JPS എന്നാണ് വിളിക്കുന്നത്. അയാളായിരുന്നു ഈ ഒരു പെരിസ്കോപ്പ് എന്ന് പറയുന്ന സ്പൈവെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. എന്നാൽ ആ ഒരു സ്പൈവെയർ ജനങ്ങളുടെ പ്രൈവസി തന്നെ ബാധിക്കുന്നതായി മാറിയത് കാരണം നളിനി JPയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നു. JPക്കെതിരെ ഈ അടുത്തിടെ അയാളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയാകട്ടെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. JP അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ കേസിൽ നിന്നും ഊരിപ്പോകാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ ഫോണിൽ ഈ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും ആ സ്ത്രീ തന്റെ എതിർ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീയാണെന്ന് വരുത്തി തീർക്കുകയും അവർ തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങൾ പറയുകയാണെന്നുള്ള തെളിവുകൾ അവരുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്നു. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സ്പൈവെയർ തന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് സുന്ദരൻ ഉപയോഗിച്ചത് നളിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്പൈവെയർ ആരുടെ ഫോണിലേക്കും ഒരു ചെറിയ ലിങ്ക് വഴിയോ മെസ്സേജ് വഴിയോ ഒക്കെ ഇവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ജനങ്ങളുടെ പ്രൈവസി തന്നെ ഇല്ലാതാക്കും. താൻ അടുത്ത ക്യാബിനറ്റില് ഈ ഒരു സ്പൈവെയറിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് നളിനി അയാളോട് പറയുന്നു. കൂടാതെ താൻ ഒരു സർജറിക്ക് പോവുകയാണെന്നും സർജറി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും തന്റെ അടുത്ത് ഉണ്ടാകണമെന്നും കൂടി നളിനി പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ പെരിസ്കോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡിഫൻസ് റിസർച്ച് വിങ്ങിലെ സയന്റിസ്റ്റായ ഡാനിയലിന്റെ കൂടെ നേതൃത്വത്തിലായിരുന്നു വികസിപ്പിച്ചെടുത്തത്. അന്നതിന് അനുമതി കൊടുത്തവരുടെ കൂട്ടത്തില് ഡാനിയലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നളിനി ഡാനിയലിനെ കണ്ട് സംസാരിക്കുന്നു. അന്ന് ആ സ്പൈവെയർ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും സെക്യൂരിറ്റിക്ക് വേണ്ടി അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർ ആ സ്പൈവെയറിന് അനുമതി കൊടുക്കുകയായിരുന്നു. പക്ഷെ JP ആകട്ടെ സ്വന്തം മകനായ ശക്തിയുടെ IT കമ്പനിക്ക് ഈ സ്പൈവെയർ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ അനുമതിയും കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതവര് ജനങ്ങൾക്കെതിരെ മിസ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ബാങ്കിലൊക്കെ നമുക്കൊരു സിബിൽ സ്കോർ ഇല്ലേ, അതുപോലെ ജനങ്ങള് സോഷ്യൽ മീഡിയയിൽ ഈ JP കമ്പനിക്കെതിരെയോ JP സുന്ദരത്തിനെതിരെയോ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജനങ്ങളെ ട്രാക്ക് ചെയ്ത് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കും. റേഷൻ വാങ്ങാൻ പോലുള്ള അനുമതി പിന്നെ അവർക്ക് ഉണ്ടാകില്ല. ആ രീതിയിലായിരിക്കും അവരെ തകർക്കുന്നത്. തന്റെ ഫോണിലും ആ ഒരു സ്പൈവെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് നളിനിക്കുണ്ടായിരുന്നു. കാരണം അടുത്തിടെയായിട്ട് അവരുടെ ഫോൺ നന്നായിട്ട് ചൂടാവുകയും ചാർജ് നിൽക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഡിഫൻസ് റിസർച്ച് വിങ്ങിലുള്ള RDക്ക് ഫോണിൽ ഇപ്പോൾ ഈ പെരിസ്കോപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നളിനി ഡാനിയലിനെ ഏൽപ്പിക്കുന്നു. ഒരു അസുഖത്തെ തുടർന്ന് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയായിരുന്നു നളിനി. ഡാനിയൽ തന്റെ ഓഫീസിലെത്തി തന്റെ ഒരാളുടെ സഹായത്തോടു കൂടി നളിനി പറഞ്ഞ ആ രേഖകളെല്ലാം ശേഖരിച്ച് പുറത്തെത്തിക്കുന്നു. ആ സ്പൈവെയർ ഏതൊക്കെ രീതിയിലും മിസ്യൂസ് ചെയ്യപ്പെടാമെന്നുള്ള കാര്യങ്ങൾ ഡാനിയൽ തന്റെ സുഹൃത്തുക്കളായ അയേഷയുടെയും സ്കൂട്ടിന്റെയും സഹായത്തോടു കൂടിയാണ് കണ്ടുപിടിക്കുന്നത്. UK ജോലി ചെയ്തിരുന്ന സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ആയിരുന്നു അവർ. അവരുടെ റിസർച്ച് ഗ്രൂപ്പിലേക്ക് ഡാനിയലിനും ഒരു ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നളിനി സംശയിച്ചതുപോലെ തന്നെ അവരുടെ ഫോണിലും ആ സ്പൈവെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് ഡാനിയൽ കണ്ടെത്തുകയും അതവരെ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അതിനു മുമ്പ് ഡാനിയലിനെ തേടിയെത്തുന്നത് നളിനിയുടെ മരണവിവരമാണ്. സർജറി കഴിഞ്ഞു കിടന്ന അവർക്ക് ഒരു ഇൻഫെക്ഷൻ വരികയും കണ്ടീഷൻ സീരിയസ് ആയി അവർ മരിക്കുകയും ചെയ്തു എന്നായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. അതിനുശേഷം ഡാനിയൽ ആ JPയുടെ മകൻ ശക്തിയുടെ IT കമ്പനിയായ ശക്തി സൊല്യൂഷൻസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ഡാനിയൽ ആദ്യമായിട്ടായിരുന്നില്ല ശക്തിയെ കണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശക്തിയെ കിട്ട എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരിക്കൽ കോക്പിറ്റിലുണ്ടായ ഫയർ കാരണം തന്റെ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആകെ പാനിക്കായിരുന്ന ശക്തിയെ അന്ന് ഹെൽപ്പ് ചെയ്തത് ഡാനിയൽ ആയിരുന്നു. അന്ന് ശക്തിയുടെ കൺട്രോൾ ഓഫീസറായിരുന്ന മൈക്കൽ ദേവസിക്ക് പോലും ശക്തിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാതിരുന്ന സമയത്താണ് ഒട്ടും പാനിക്കാകാതെ ഡാനിയൽ ശക്തിയെ ഹെൽപ്പ് ചെയ്തത്. ശക്തിയുടെ അച്ഛൻ JP പോലും എല്ലാ പ്രതീക്ഷയും കൈവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന് വേണ്ട ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുത്ത് ഡാനിയൽ ആ ജെറ്റിനെയും ശക്തിയും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്നു. ജൂനിയർ ഫ്ലൈയിങ് ഓഫീസറുടെ ട്രെയിനിങ് വയലേഷന്റെ പേരിൽ വേണമെങ്കിൽ അവനെ ഫോഴ്സിൽ നിന്ന് പുറത്താക്കാമായിരുന്നു. പക്ഷെ ഡാനിയൽ അതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ അവന്റെ അച്ഛൻ JP ആകട്ടെ അയാളുടെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടിയിട്ട് സ്വന്തം മകനെ എയർഫോഴ്സിൽ നിന്നും റിസൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു. ഈ IT കമ്പനിയുടെ ചുമതല മുഴുവൻ അവന് കൊടുത്തു. സമാജ് സേവ എന്നറിയപ്പെടുന്ന നേഷൻ വൈഡ് ഡിജിറ്റൽ വെൽഫെയർ ഇനിഷ്യേറ്റീവ് ആയിരുന്നു ശക്തി ഇവിടെ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ IT കമ്പനിയിലേക്ക് ഈ സ്പൈവെയറിന്റെ ഫുൾ കൺട്രോളും പോവുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഡാനിയൽ ഡിഫൻസ് വിങ്ങിന്റെ ചീഫായ ശ്രീധരനെ അറിയിക്കുന്നു. എന്നാൽ അയാളും JPയുടെ കൂടെയുള്ള ആള് തന്നെയായിരുന്നു. ഡാനിയലിന് സ്പൈവെയറിന് മുകളിലുള്ള ഡൗട്ടുകളെ പറ്റി ശ്രീധരൻ JPയോടും പറഞ്ഞു. എയർഫോഴ്സിൽ ശക്തി ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ കൺട്രോളിംഗ് ഓഫീസറായിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന മൈക്കിൾ ആകട്ടെ ഇപ്പോൾ ശക്തിയുടെ കൂടെ അവന്റെ IT കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. ഡാനിയൽ തങ്ങളുടെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചെന്ന് മനസ്സിലാക്കിയ JPയും കൂട്ടരും ഡാനിയലിനെ ടാർഗറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഡാനിയൽ ആ സമയം അഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. റഹീം എന്ന് പറയുന്ന ഡാനിയലിന്റെ ഒരു സുഹൃത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നത് അഞ്ജു ആയിരുന്നു.
ഈ റഹീം ആരാന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. JPയുടെ ആൾക്കാർ തന്റെ പിറകെയുണ്ടെന്ന് മനസ്സിലാക്കിയ ഡാനിയൽ ആകട്ടെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് മാറാനുള്ള ശ്രമത്തിലായിരുന്നു. അയാളുടെ ഫോൺ ഉപയോഗിച്ച് JPയുടെ ആൾക്കാർ അയാളെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കി അയാൾ ആദ്യം പോകുന്നത് തന്റെ ഫോണിലുള്ള ഡേറ്റാസ് എല്ലാം ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാനാണ്. അതിനുശേഷം തന്റെ ഫോൺ നശിപ്പിച്ച് കളഞ്ഞിട്ട് തന്റെ മറ്റൊരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി UK-യിലുള്ള അയേഷയെ വിളിക്കുന്നു. അവിടുത്തെ റിസർച്ച് വിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അവർ ഡാനിയലിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, എത്രയും പെട്ടെന്ന് താൻ UK-യിലേക്ക് വരികയാണെന്നും തനിക്ക് ജോലി വേണമെന്നും പറഞ്ഞിട്ടാണ് അയേഷയെ ഡാനിയൽ കോൺടാക്ട് ചെയ്യുന്നത്. അതിനുശേഷം തന്റെ ഓഫീസിലെത്തി പെട്ടെന്ന് തന്നെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു പറഞ്ഞിട്ട് റിസൈൻ ലെറ്റർ ഇട്ടിട്ട് അവിടെ നിന്നും ഡാനിയൽ മുങ്ങുന്നു. എന്നാൽ ഡാനിയൽ റിസൈൻ ലെറ്റർ ഇട്ടുവെന്ന് JPയും ശക്തിയും മനസ്സിലാക്കിയതോടുകൂടി അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് മറ്റൊരു എയർപോർട്ടിൽ നിന്നാണ് ഡാനിയൽ അയേഷയുടെ അടുത്തേക്ക് പോകുന്നത്. നാഷണൽ സെക്യൂരിറ്റി സംബന്ധിക്കുന്ന ഒരുപാട് സീക്രട്ടുകൾ അറിയാവുന്ന ഡാനിയൽ രാജ്യം വിട്ടു പോയതോടുകൂടി അയാളെ ഒരു രാജ്യദ്രോഹിയാക്കി മാറ്റുകയായിരുന്നു JPയും കൂട്ടരും. ഡാനിയലിന് ഇന്ത്യയിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല. വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയാൾ അറസ്റ്റിലാകും. രാജ്യം വിട്ട് രക്ഷപ്പെട്ടു പോകുന്നിടയിൽ അയാൾ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു. താൻ അടങ്ങുന്ന ടീമാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്ന സ്പൈവെയർ സാങ്ഷൻ ചെയ്തതെന്നും പക്ഷേ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ സ്പൈവെയർ ഇന്ന് രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രൈവസിയെ നശിപ്പിക്കുന്ന രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അയാൾ ആ വീഡിയോയിലൂടെ കൺഫസ് ചെയ്യുന്നു. ലാൻഡ് ചെയ്താലുടനെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അത് പുറത്തുവിടുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അയാൾ UK-യിലെത്തി ആ യൂട്യൂബ് ചാനലിലൂടെ ഈ രഹസ്യങ്ങളെല്ലാം പുറത്തുവിടുകയും ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നതുമാണ്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഈ സ്പൈവെയർ മൂലം ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കേസുകൾ അയാൾ തന്റെ ചാനലിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. പുതിയ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പഴയ ഫോൺ വിൽക്കുന്ന ഏർപ്പാട് നിർത്തണമെന്നും അങ്ങനെ വിറ്റുകഴിഞ്ഞാൽ ആ ഫോണിൽ ഉണ്ടായിരുന്ന ഡേറ്റാസ് എല്ലാം തന്നെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുമെന്നും അത് നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യാൻ പറ്റുമെന്നും ഡാനിയൽ പറയുന്നുണ്ട്. ഫോട്ടോസ് എടുക്കാനും മറ്റും നല്ല ക്യാമറയുള്ള ഫോണുകൾ വാങ്ങിക്കുന്നതിന് പകരം ഒരു സാധാരണ ക്യാമറ തന്നെ വാങ്ങി യൂസ് ചെയ്താൽ മതി എന്നായിരുന്നു ഡാനിയലിന്റെ വാദം. ഈ അടുത്തിടെ +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യം കൂടി അയാൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. എറണാകുളം ജില്ലയിലെ കടമക്കുടി പഞ്ചായത്തിലെ +1 വിദ്യാർത്ഥിയായിരുന്നു ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അവൾ ചെയ്ത കുറ്റം സ്വന്തം നഗ്നചിത്രങ്ങൾ വിദേശത്തുള്ള ഒരു ക്രിമിനൽ നെറ്റ്വർക്കിന് വലിയ തുകയ്ക്ക് വിറ്റു എന്നതാണ്. ഈ ഒരു കേസ് അവൾക്കെതിരെ വന്നതും അവളുടെ അച്ഛൻ മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്തു. പെൺകുട്ടിക്കെതിരെയുള്ള തെളിവുകൾ ലോക്കൽ പോലീസ് കണ്ടെത്തിയത് അവൾ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പിൽ നിന്നായിരുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയത് കാരണം ഗവൺമെന്റ് സ്കീമിൽ അവൾക്ക് ലഭിച്ചതായിരുന്നു ആ ലാപ്ടോപ്പ്. അത് കൊടുത്ത കമ്പനിയാകട്ടെ JPയുടെ മകൻ ശക്തിയുടെ കമ്പനിയും. ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ലാപ്ടോപ്പുകളിലൊക്കെ നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത പല ആപ്ലിക്കേഷൻസും ഉണ്ട്. JPയുമായിട്ടും ശക്തി സൊല്യൂഷൻസുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന അതേ പെരിസ്കോപ്പ് എന്ന് പറയുന്ന സ്പൈവെയർ തന്നെയായിരുന്നു ഈ ഒരു ലാപ്ടോപ്പിലും ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ അവൾ അറിയാതെ തന്നെ ലാപ്ടോപ്പിലൂടെ റെക്കോർഡ് ചെയ്യപ്പെട്ടതായിരിക്കാം. അവളുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ശക്തി സൊല്യൂഷൻസിന്റെ കമ്പനിയിൽ നിന്ന് തന്നെ ലോൺ ആപ്പുകളുടെ സഹായത്തോടു കൂടി അവളുടെ അച്ഛൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകളുടെ നഗ്നചിത്രങ്ങൾ കാണിച്ചാണ് ആ അച്ഛനെ അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ലാപ്ടോപ്പ് കൊടുത്ത കമ്പനിയും ശക്തി സൊല്യൂഷൻസിന്റെയാണ്, ആ ലോൺ ആപ്പിന്റെ കമ്പനിയും ശക്തി സൊല്യൂഷൻസിന്റെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം പിന്നിൽ അവരാണെന്നും ആ പെൺകുട്ടി നിരപരാധിയാണെന്നും ഡാനിയൽ പറയുന്നു. ഡാനിയൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോഴും ഡാനിയലിനെതിരെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അയാൾ രാജ്യദ്രോഹിയാണെന്നും മറ്റൊരു രാജ്യത്ത് പോയിരുന്ന് സ്വന്തം രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളെപ്പറ്റിയും മോശമായിട്ടാണ് സംസാരിക്കുന്നതെന്നുമാണ് ജനങ്ങൾ അയാളെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഡാനിയൽ പറയുന്നതിന്റെ സീരിയസ്നെസ് പലരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. വിമതൻ എന്ന പേരിലായിരുന്നു ഡാനിയൽ തന്റെ യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഡാനിയലിന് ഒരു പാഴ്സൽ വരുന്നു. അതിലൊരു ഫോണും ഒരു നോട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ലാന്നും കഴിഞ്ഞ വ്ലോഗില് ഡാനിയൽ മെൻഷൻ ചെയ്തിരുന്ന +1കാരി പെൺകുട്ടിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല ഡീറ്റെയിൽസും ഈ ഫോണിൽ നിന്ന് ഡാനിയലിന് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പാഴ്സൽ ഡാനിയലിന് വന്നത്. അത് അയച്ചത് മൈക്കിൾ ഡേവിസിയായിരുന്നു. വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ മൈക്കിളിന് തന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജ്യോതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അവിടെ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ജ്യോതി. എന്ത് കാര്യങ്ങളും തന്റെ ഫോണിൽ അവൾ പകർത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവളുടെ ഫോണിലുണ്ടായിരുന്ന ഫോട്ടോസും വീഡിയോസും ചെക്ക് ചെയ്യുന്നതിലൂടെ ഡാനിയലിനും അവളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശക്തി സൊല്യൂഷൻസില് മൈക്കിളിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ജ്യോതിക്ക് ഒരു ദിവസം ഒരു കംപ്ലൈന്റ് കിട്ടുന്നു. ആ +1കാരി പെൺകുട്ടിയായ ആതിരയെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും അവൾക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ ലാപ്ടോപ്പിൽ നിന്നുള്ള എന്തോ പ്രശ്നം കൊണ്ടാണ് അവൾ ഈ കള്ളക്കേസിൽ പെട്ടതെന്നും അവളുടെ അമ്മ പറയുന്നു. എന്നാൽ ഞങ്ങൾ ലാപ്ടോപ്പ് വിതരണം ചെയ്തു എന്ന് കരുതിയിട്ട് കുട്ടികൾ അതിൽ ചെയ്യുന്ന കാര്യത്തിനൊന്നും തന്നെ തങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് ജ്യോതി പറയുന്നത്. എന്നാൽ ആതിരയുടെ വീട്ടുകാർ പറയുന്നുണ്ട് തന്റെ മകളുടെ ലാപ്ടോപ്പിൽ അവൾ അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ചെക്ക് ചെയ്യണമെന്ന്. പക്ഷെ ആതിരയുടെ ലാപ്ടോപ്പ് പോലീസുകാർ കൊണ്ടുപോയിരിക്കുന്നത് കാരണം അത് ചെക്ക് ചെയ്യാൻ ജ്യോതിക്ക് പറ്റിയില്ല. എന്നാൽ ആതിരയെ പോലെ തന്നെ അവരുടെ പഞ്ചായത്തിൽ മറ്റു കുട്ടികൾക്കും ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ലാപ്ടോപ്പ് പരിശോധിക്കാൻ ജ്യോതി
പോകുന്നു. ആതിരയുടെ വീട്ടിലെത്തിയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ തന്റെ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. ആതിരയെ പോലെ മറ്റു കുട്ടികൾക്ക് കിട്ടിയ ലാപ്ടോപ്പ് അവൾ പരിശോധിക്കുമ്പോൾ അതിലൊരു സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ജ്യോതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ ഒരു സ്പൈവെയറിനെ പറ്റി മൈക്കിളിനോട് ജ്യോതി ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ മൈക്കിൾ ഒഴിഞ്ഞു മാറി. ആതിര ജയിലിൽ കിടക്കാൻ കാരണം ആ സ്പൈവെയർ ആണെന്ന് ജ്യോതിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ മൈക്കിൾ പറയുന്നുണ്ട്, കുട്ടികളുടെ ലാപ്ടോപ്പിൽ അങ്ങനൊരു സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. വെറും പാവപ്പെട്ട കുട്ടികൾക്കാണ് ഇങ്ങനൊരു ലാപ്ടോപ്പ് കൊടുക്കുന്നത്. അവരൊക്കെ ജീവിക്കുന്നതും അങ്ങനത്തെ ഏരിയയിലായിരിക്കും. അവിടെയാണ് കൂടുതൽ ക്രൈം നടക്കുന്നത്. കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ലൊക്കേഷൻസ് കണ്ടുപിടിക്കാനും അവരുടെ ചുറ്റും നടക്കുന്ന ക്രൈമുകൾ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് രഹസ്യമായിട്ട് ഈ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോട് ചെയ്ത ആ സ്പൈവെയർ മറ്റൊരു രീതിയിൽ മിസ്യൂസ് ചെയ്തൂടെ എന്ന് ജ്യോതി ചോദിക്കുന്നു. കാരണം ഫുൾ ടൈം അതിന്റെ ക്യാമറ ആക്സസ് മറ്റൊരാളുടെ കയ്യിലായിരിക്കും. ആ ക്യാമറയിലൂടെ ആ കുട്ടി എന്തൊക്കെ ചെയ്യുന്നുവെന്നും അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും ആ സ്പൈവെയർ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ സാധിക്കും. അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നതല്ലേ എന്ന് ജ്യോതി ചോദിക്കുമ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ സ്പൈവെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നാൽ മൈക്കിൾ അറിയാതെ അവന്റെ ഐഡി മോഷ്ടിച്ച് തനിക്ക് പ്രവേശനമില്ലാത്ത മൈക്കിൾ വർക്ക് ചെയ്യുന്ന തന്റെ കമ്പനിയുടെ മുകളിലത്തെ ഫ്ലോർ ആക്സസ് ചെയ്യുകയായിരുന്നു ജ്യോതി. അവിടെ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല എവിഡൻസും ജ്യോതി കൈക്കലാക്കുന്നു. ഈ സംഭവം അറിഞ്ഞിട്ട് അവളുടെ മാനേജറും ശക്തിയെല്ലാം തന്നെ മൈക്കിളിനെയാണ് ഷൗട്ട് ചെയ്യുന്നത്. അവൻ അറിഞ്ഞുകൊണ്ടാണോ അവളത് ചെയ്തതെന്ന് ചോദിക്കുന്നു. എന്നാൽ താൻ അറിയാതെയാണ് അവളത് എടുത്തതെന്ന് പറയുന്നു. പക്ഷെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ തനിക്ക് കുറച്ച് സമയം വേണമെന്നും മൈക്കിൾ പറയുന്നുണ്ട്. ലാപ്ടോപ്പിൽ ഇങ്ങനൊരു കാര്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവൾ ആ കുട്ടികളുടെ പേരൻസിനെ അറിയിച്ച് അവരൊരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്റെ കമ്പനി അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കി ശക്തിയാകട്ടെ അവൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ശക്തിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന മൈക്കിൾ അവളെ ഉപദേശിക്കുന്നു, നീ ഇതിന്റെ പിറകെ പോകണ്ടെന്നും ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാനും. എന്നാൽ 15ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളാണ് ഇതിന്റെയൊക്കെ ഇരകളാകുന്നതെന്നും അവരുടെ പ്രൈവസിയാണ് നഷ്ടപ്പെടുന്നതെന്നും അതുകൊണ്ട് താൻ ഇതിനെതിരെ കേസ് കൊടുക്കുമെന്നും ജ്യോതി പറയുന്നു. കുറെ തവണയായിട്ട് മൈക്കിൾ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ സംശയമായിട്ടാണോ നീ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ജ്യോതി പറയുന്നത്, തന്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അത് ഈയിടെയായിട്ട് പെട്ടെന്ന് ഓഫായി പോകുന്നു എന്നാണ് അവൾ പറഞ്ഞത്. അവൾ അത് പറഞ്ഞത് മൈക്കിളിന് മനസ്സിലായി അവളുടെ ഫോണിലും അവർ ആ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന്. അത് കാരണം അവനാകട്ടെ ആ ഫോൺ എടുത്തുകൊണ്ടുപോയി മൈക്രോവേവിൽ വെക്കുന്നു. എന്നാൽ ജ്യോതി പറയുന്നത് തന്റെ എന്ത് രഹസ്യമാണ് അവർ കണ്ടുപിടിക്കാൻ പോകുന്നത്, തനിക്ക് ആരെയും പേടിയില്ല, താൻ തന്റെ ഫോൺ യൂസ് ചെയ്യുമെന്ന്. ക്യാമറയൊന്നും ക്ലോസ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യവുമില്ല. ആ സമയം അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് അവളുടെ ഫോൺ ഉപയോഗിച്ച് അവൾ വാങ്ങിയിരുന്നത് ഒരു പെർഫ്യൂം ആയിരുന്നു. ആ പെർഫ്യൂമിന്റെ ഓർഡർ കൺഫേം ആയെന്നും അത് ഔട്ട് ഫോർ ഡെലിവറി ആയെന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ് അവളുടെ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ ഡാനിയൽ പരിശോധിക്കുന്നു. എന്നാൽ പിന്നീട് ബാത്റൂമിൽ ബോധരഹിതയായി കിടന്ന ജ്യോതിയാണ് കണ്ടെത്തിയത്. അവൾ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അവളെ ബാത്റൂമിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുന്ന വീഡിയോസും ഡാനിയൽ കാണുന്നു. മരിച്ചുപോയ നളിനിയുടെ മുഖത്തുണ്ടായിരുന്ന അതേ ഫേഷ്യൽ പാൾസി ജ്യോതിയുടെ മുഖത്തുണ്ടായിരുന്നു. ശക്തിയുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും മൈക്കിളിന് ജ്യോതിയുടെ മരണത്തിൽ ശക്തിയുടെ കൈയുണ്ടെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ജ്യോതിക്ക് നീതി കിട്ടണമെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് മൈക്കിൾ ഈ തെളിവുകളെല്ലാം ഡാനിയലിന് അയച്ചു കൊടുത്തത്. അതിനിടയ്ക്ക് യുകെയിൽ നടക്കുന്ന യൂട്യൂബേഴ്സിന്റെ ഒരു പ്രോഗ്രാമില് ഡാനിയലിനും ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നു. ശക്തി സൊല്യൂഷൻസ് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. യുകെയിൽ താമസിക്കുന്ന ഇന്ത്യൻ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അത്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഡാനിയലും പോയി. എന്നാൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്പീച്ചും അവിടെ കൊടുക്കാൻ പാടില്ല എന്ന് ആയേഷ ഡാനിയലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആ കമ്പനിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം. ഡാനിയലിനെ കൂടാതെ ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി ഒരു ദിവസം സ്പെൻഡ് ചെയ്ത ശേഷം പിന്നീട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നേരത്ത് ഡാനിയൽ തന്റെ സ്പീച്ചിൽ ശക്തി സൊല്യൂഷൻസിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ശക്തി സൊല്യൂഷൻസിന്റെ ഓരോ വർഷത്തെയും ടേൺ ഓവറുകളെ പറ്റിയും അവർ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കാനുള്ള കാരണത്തെ പറ്റിയൊക്കെ ഡാനിയൽ സംസാരിക്കുന്നു. ഗവൺമെന്റും ശക്തിയും തമ്മിൽ 2021 പെരിസ്കോപ്പ് സ്പൈവെയറിന്റെ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത 10 കൊല്ലത്തേക്ക് ആ പ്രോഗ്രാം എങ്ങനെ വേണമെങ്കിലും ശക്തിക്ക് യൂസ് ചെയ്യാം. സാധാരണ ജനങ്ങളുടെ പ്രൈവസിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തി തന്റെ ആൾക്കാരെടുത്ത് പറഞ്ഞിട്ട് മൈക്ക് കട്ട് ചെയ്യുകയും ഡാനിയലിനെ സ്റ്റേജിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്യുന്നു. ഡാനിയലിന് സ്പീച്ച് തുടരാൻ പറ്റിയില്ല. അവിടെ നിന്നും തിരിച്ച് തന്റെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു ഡാനിയലും ഐഷയും. ആ സമയം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഒരു പ്രാങ്ക് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. അവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന 2 പെൺകുട്ടികളോട് ഒരു യൂട്യൂബർ പറയുന്നുണ്ട്, ആ നിൽക്കുന്ന ആളുടെ മുഖത്ത് പോയി ഈ മോയ്സ്ചറൈസർ തേക്കണമെന്ന്. പ്രാങ്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് അവര് പോയി ഡാനിയലിന്റെ മുഖത്ത് മോയ്സ്ചറൈസർ തേക്കുന്നു. പ്രാങ്ക് ആണെന്നും അടുത്ത തമ്പനയിലിൽ നിങ്ങളുടെ മുഖം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ യൂട്യൂബേഴ്സ് അവിടെ ഒന്ന് ഓടിപ്പോയി. എന്നാൽ അയേഷയാകട്ടെ അവരുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ശേഷം ഡാനിയലിന്റെ ബോഡി വീക്ക് ആകാൻ ആരംഭിച്ചു. ആകെ ടയർഡായ അയാളാകട്ടെ മുഖം കഴുകാൻ വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയെങ്കിലും പിന്നീട് തിരിച്ചു വന്നില്ല. അയേഷ എയർപോർട്ട് അതോറിറ്റീസുമായിട്ട് സംസാരിക്കുന്നു. CCTV ചെക്ക് ചെയ്തപ്പോൾ മറ്റൊരു എക്സിറ്റ് വഴി ഡാനിയൽ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നും അയാൾ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് ആണ് കയറിയിരിക്കുന്നതെന്നുമാണ് കാണിക്കുന്നത്. എന്നാൽ താൻ അയാളുടെ വൈഫാണെന്നും താൻ അറിയാതെ ഡാനിയൽ എങ്ങോട്ടും പോകില്ല എന്നും ആയിഷ പറയുന്നു. പക്ഷെ ആയിഷ അയാളുടെ ലീഗൽ വൈഫായിരുന്നില്ല. യുകെയിൽ ലിവിംഗ് ടുഗദറിൽ താമസിക്കുന്നേ ഉള്ളൂ. അയാളുടെ ലീഗൽ വൈഫായിട്ടുള്ള ലതികയുമായിട്ട് കുറെ നാൾ മുമ്പേ ഡാനിയലിന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ടിൽ ഇപ്പോഴും ലതികയുടെ പേരാണ് കിടക്കുന്നത്. അതുകൊണ്ട് അയേഷ ഡാനിയലിന് വേണ്ടിയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് എയർപോർട്ട് അതോറിറ്റീസ് പറയുന്നത്. എന്നാൽ ആ CCTV വിഷ്വൽസിൽ ഉണ്ടായിരുന്നത് ഡാനിയൽ അല്ല എന്നും ഡാനിയൽ അങ്ങനെയെല്ലാം നടക്കുന്നതെന്നും ആയിഷ പറയുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട്
വെച്ചിട്ട് ഡാനിയലിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആയിഷയ്ക്ക് ഡൗട്ട് തോന്നുന്നു. യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ വന്ന് ഡാനിയലിന്റെ മുഖത്ത് മോയ്സ്ചറൈസർ തേച്ചതിന്റെ കാര്യവും അതിനുശേഷം ഡാനിയലിന് ആരോഗ്യനിലയിലുണ്ടായ മാറ്റത്തെ പറ്റിയൊക്കെ ആയിഷ അവരോട് പറയുന്നു. ഓഫീസർ ആയിഷയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാട്ടിലേക്ക് ഡാനിയൽ കയറിയെന്ന് സംശയിക്കപ്പെടുന്ന ഫ്ലൈറ്റ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ജെപിയുടെ ഒരു ആംബുലൻസ് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഡാനിയലിന് മെഡിക്കൽ എമർജൻസി വന്നുവെന്നും അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുമെന്നുമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കൂടാതെ ഡാനിയലിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ നിന്ന് ഒരു ട്വീറ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ജെപിയുമായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്ത് താൻ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നുവെന്നും ജെപിയുടെ കൂടെ ജോയിൻ ചെയ്യുന്നുവെന്നുമായിരുന്നു ആ ട്വീറ്റിലുണ്ടായിരുന്നത്. ഇതിലെല്ലാം ആയിഷയ്ക്ക് ഡൗട്ട് തോന്നുന്നു. ഒരിക്കലും ഡാനിയൽ അങ്ങനെ ചെയ്യില്ല. എയർപോർട്ടിൽ വെച്ച് ആ യൂട്യൂബേഴ്സ് നടത്തിയ പ്രാങ്കിന്റെ വീഡിയോസ് അവർ ഒന്നുകൂടി കാണുന്നുണ്ട്. ആ പെൺകുട്ടികളുടെ ഫോട്ടോസ് ആയിഷയുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവരെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് അവർ പറയുന്നത് തങ്ങൾ വെറും വോളണ്ടിയേഴ്സ് ആയിരുന്നുവെന്നും ആ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പയ്യന്മാരാണ് തങ്ങളോട് പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞതെന്നും. മോയ്സ്ചറൈസർ കയ്യിലേക്ക് അവർ തന്നപ്പോൾ വല്ലാത്തൊരു നീറ്റിലുണ്ടായിരുന്നുവെന്ന് അതിലൊരു പെൺകുട്ടി പറയുന്നു. സാധാരണ ഒരു ടെക്സ്റ്റർ ആയിരുന്നില്ല അതിനുണ്ടായിരുന്നത്. അതിലവർ മറ്റെന്തോ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ആയിഷയ്ക്ക് മനസ്സിലായി. അവർക്കത് കൊടുത്ത ആ പയ്യന്മാരുടെ ഫൂട്ടേജ് അവർ ചെക്ക് ചെയ്യുന്നു. ആ പയ്യന്മാര് മ്യൂസിക്കൽ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേക പെർമിഷൻ വാങ്ങി വലിയ പെട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് വഴിയാണ് അവർ പോയത്. പോകുന്നതിന് മുമ്പ് അവർ ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ശാരീരിക അസ്വസ്ഥത തോന്നി ബാത്റൂമിലേക്ക് കയറിയ ഡാനിയലാകട്ടെ അവിടെ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആ പയ്യന്മാര് ഡാനിയലിനെ അവിടെ നിന്നും ആ പെട്ടിക്കുള്ളിലാക്കി കടത്തിക്കൊണ്ട് പോയതാണ്. എന്നിട്ട് ഡാനിയലിന്റെ വേഷത്തില് മറ്റൊരാള് ഫേസ് ഹൈഡ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് കയറുകയും ചെയ്തു. ആ പയ്യന്മാരുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അവർ വെറും യൂട്യൂബേഴ്സ് അല്ല എന്നും ജെപിയുടെ കൺട്രോളിലുള്ള ഉദ്യോഗസ്ഥരാണെന്നും ഇവർ മനസ്സിലാക്കി. അതോടെ ആയിഷയും മറ്റു ഉദ്യോഗസ്ഥരും മനസ്സിലാക്കി ജെപിയുടെ ആൾക്കാര് ഡാനിയലിനെ തട്ടിക്കൊണ്ടുപോയതാണ്. ഡാനിയലിന്റെ മുഖത്ത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ആ പയ്യന്മാർ കൊടുത്ത മോയ്സ്ചറൈസറിൽ ഉണ്ടായിരുന്നത് VX നെർവ് ഏജന്റ് ആണെന്ന് ഇവർ കണ്ടെത്തി. അതൊരു തരത്തിലുള്ള പോയിസൺ ആണ്. ഡാനിയലിന്റെ ശരീരത്തിനുള്ളിൽ അത് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ എപ്പോ വേണമെങ്കിലും മരിക്കാം. എന്നാൽ ഡാനിയൽ അവസാനമായിട്ട് യൂസ് ചെയ്ത മെഡിസിൻസിന്റെ ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ അതിലൊരു ആന്റിഡോട്ട് അയാൾ യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് ആയിഷ കണ്ടെത്തുന്നു. അതിനർത്ഥം ഡാനിയൽ ഓൾറെഡി തന്നെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്കെതിരെ ഇങ്ങനെയൊരു പോയിസൺ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന്. അതിനു മുന്നേ തന്നെ അതിനുള്ള ആന്റിഡോട്ടും അയാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ പെട്ടെന്നൊന്നും മരിക്കില്ല. കുറച്ചു സമയം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അവരുടെ ആ ഒരു നിഗമനം ശരിയായിരുന്നു. ഡാനിയലിന്റെ ശരീരത്തിൽ പോയിസൺ കയറ്റിവിട്ടു എന്നുള്ള വിശ്വാസത്തില് അയാളെ കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആ ഓഫീസേഴ്സിന്റെ എല്ലാ നിഗമനവും തെറ്റിച്ചുകൊണ്ട് ഡാനിയലിന് ബോധം വരികയും അയാൾ ഇവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാർഗോ ഫ്ലൈറ്റിലായിരുന്നു ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡാനിയൽ പാരച്യൂട്ടും എടുത്ത് പുറത്തേക്ക് ചാടി. ആ ഒരു ചാട്ടത്തിൽ എന്തായാലും ഡാനിയൽ രക്ഷപ്പെടില്ല എന്ന് അവർ ഉറപ്പിച്ചു. എന്നാൽ ജെപി പറഞ്ഞപ്പോൾ ആകെ ദേഷ്യത്തിലായി. ഡാനിയലിനെ ഒന്നുകിൽ ജീവനോടെ തന്റെ അടുത്ത് എത്തിക്കണം, അല്ലെങ്കിൽ അയാളുടെ ശവമെങ്കിലും കൊണ്ടുവരണമെന്നായിരുന്നു ജെപി പറഞ്ഞിരുന്നത്. ആ ഫ്ലൈറ്റിൽ നിന്നും എടുത്തു ചാടിയ ഡാനിയലിനെ പിന്നെ ആരും കണ്ടില്ല. പക്ഷേ ഹാക്ക് ചെയ്യപ്പെട്ട അയാളുടെ ട്വിറ്റർ അക്കൗണ്ട് അയാൾ തിരിച്ചെടുക്കുകയും അതിലൊരു പോസ്റ്റ് ഇടുകയും ചെയ്തു. വിമതൻ തന്റെ വനവാസം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു പറഞ്ഞിട്ട്. ആ പോസ്റ്റ് കണ്ടിട്ട് ജെപി ഉൾപ്പെടെ എല്ലാവരും സംശയിക്കുന്നു. അത് ഡാനിയൽ തന്നെ ഇട്ടതാണോ അതോ അയാൾക്ക് പകരം മറ്റാരെങ്കിലും ചെയ്തതാണോ? ജെപിയും കൂട്ടരും ആദ്യം ഡാനിയലിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തൊരു കള്ള ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഡാനിയൽ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു, അയാൾക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ട്, അയാൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അത് കാരണം മീഡിയ ഉൾപ്പെടെ എല്ലാവരും ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. മീഡിയയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡാനിയൽ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് ഒരു കള്ളക്കഥ ജെപി അടിച്ചിറക്കുന്നു. എന്നാൽ ഡാനിയൽ ശരിക്കും എവിടെ പോയി എന്നറിയാതെ ആയിഷയാകട്ടെ ഡാനിയലിനെ കാണാൻ വരുന്നുണ്ട്. താൻ ഡാനിയലിന്റെ വൈഫാണെന്നും ഡാനിയൽ ഇവിടെ ഉണ്ടെങ്കിൽ തനിക്ക് കാണണമെന്നും പറഞ്ഞിട്ട്. എന്നാൽ ജെപി പറയുന്നുണ്ട് ഡാനിയലിന്റെ റിയൽ വൈഫ് ലതികയാണ്, അവർ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡാനിയലിനെ കാണാൻ ഡോക്ടേഴ്സ് അനുമതി കൊടുക്കുന്നില്ല. ഡോക്ടേഴ്സ് പറയുന്നിടം വരെ വെയിറ്റ് ചെയ്യാനായിരുന്നു ജെപി ആയിഷയോട് പറഞ്ഞത്. എന്നാൽ ലതിക ആയിഷയോട് വന്ന് സംസാരിക്കുന്നു. വിചാരിക്കുന്ന പോലെ ഇവിടെ ഡാനിയലൊന്നുമില്ല, ഡാനിയൽ സേഫ് ആയിട്ട് മറ്റൊരിടത്തുണ്ടെന്നും അതെവിടെയാണെന്ന് തനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും ഡാനിയലിനെ സഹായിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. പോകുന്ന വഴിയിൽ ഹരിദാസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയും ലതിക കാണുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് ആയിഷയ്ക്ക് മനസ്സിലായില്ല. ലതികയും ഡാനിയലും താൻ അറിയാതെ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, എന്നാൽ നിനക്കെല്ലാം മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് ലതിക ആയിഷയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പ്രിസണേഴ്സ് കിടക്കുന്ന ഒരു ഹോസ്പിറ്റൽ വാർഡിലേക്കാണ്. ആ പെരിസ്കോപ്പ് സ്പൈവെയറിന്റെ മിസ്യൂസ് കാരണം ജയിലിലായ ആതിര അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ആ കമ്പനിക്കെതിരെയും തനിക്ക് കിട്ടിയ ലാപ്ടോപ്പിലൂടെ താൻ ചതിക്കപ്പെട്ടതിനെതിരെയെല്ലാം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആതിര തയ്യാറായിരുന്നു. ലതികയായിരുന്നു അവളുടെ വക്കീല്. എന്നാൽ കോടതിയിലേക്ക് പോകുന്ന വഴിയിൽ ജെപിയുടെ ആൾക്കാര് ആക്സിഡന്റ് ഉണ്ടാക്കി അവളെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അടുത്ത ദിവസം കേസ് വിളിക്കുമ്പോൾ അവളെ സേഫ് ആയിട്ട് കോടതിയിൽ എത്തിക്കേണ്ട ചുമതല ഡാനിയൽ ലതികയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ശക്തി ആകെ ടെൻഷനിലായിരുന്നു. സർക്കാരും താനും തമ്മിലുള്ള ഡീലിന്റെ ആ ഒരു ഡോക്യുമെന്റ് യൂട്യൂബേഴ്സ് മീറ്റിൽ വെച്ചിട്ട് ഡാനിയൽ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതെങ്ങനെ ഡാനിയലിന്റെ കയ്യിൽ കിട്ടിയെന്നതായിരുന്നു ശക്തിക്ക് അറിയേണ്ടിരുന്നത്. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ കമ്പനി തന്നെ നിർത്താനാണ് ശക്തിയുടെ അവന്റെ അച്ഛൻ ജെപി പറയുന്നത്. ആരും അറിയാതെ ഡാനിയലിനെ തീർക്കാനുള്ള ജെപിയുടെ പ്ലാനും പൊളിഞ്ഞു. ഇവിടെ വെച്ച് ഡാനിയലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തങ്ങൾക്ക് നേരെ തന്നെ തിരിയുമെന്ന് ജെപിക്ക് അറിയാമായിരുന്നു. ഇവിടെ അച്ഛനും മകനും പരസ്പരം തമ്മിൽ കുറ്റപ്പെടുത്തുകയായിരുന്നു. ശക്തി പറയുന്നുണ്ട് പൊളിറ്റിക്സിൽ അച്ഛനൊരു ക്ലീൻ ഇമേജ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. അച്ഛന്റെ പേരിൽ ഇവിടെ ആരും സ്റ്റാച്ചു പണിയാനോ റോഡ് പണിയാനോ ഒന്നും പോകുന്നില്ല. നിന്നെ കൊണ്ടൊരിക്കലും ഈ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ജെപിയും ശക്തിയോട് പറയുന്നു. ലതിക ആയിഷ
ആയിഷയെ തന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡാനിയൽ സേഫ് ആണെന്നും ഡാനിയലിന് ഒന്നും പറ്റില്ലെന്നും ഡാനിയലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാള് അയാളുടെ കൂടെ തന്നെ ഉണ്ടെന്നും ലതിക പറയുന്നു. അതുകൊണ്ട് ആയിഷയും കുറച്ച് ആശ്വാസത്തിലായിരുന്നു. ഒരു സൈഡില് ഡാനിയലിന്റെ കയ്യിൽ ആ ഡോക്യുമെന്റ് എങ്ങനെ കിട്ടിയെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന ശക്തി, മറ്റൊരു സൈഡില് ഡാനിയൽ ശരിക്കും എന്താണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടെത്തുന്ന ആയിഷയും. ആയിഷ ഡാനിയലിന്റെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് പരിശോധിക്കുന്നതിലൂടെ അയാൾ മറ്റൊരിടത്തേക്ക് പോയിട്ടുണ്ടെന്നും മൈക്കിൾ എന്ന് പറയുന്ന ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആയിഷ മനസ്സിലാക്കി. അതുപോലെ തന്നെ തന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റില് മൈക്കിൾ ഉണ്ടായിരുന്നുവെന്ന് ശക്തിയും കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ മൈക്കിൾ തന്നെയായിരിക്കും തന്നെ ചതിച്ചിട്ട് ഡാനിയലിന്റെ കയ്യിൽ ആ ഡോക്യുമെന്റ്സ് എത്തിച്ചു കൊടുത്തതെന്ന് ശക്തിക്ക് മനസ്സിലായി. ഡാനിയൽ യൂട്യൂബേഴ്സ് മീറ്റിന് വന്നപ്പോൾ ഉണ്ടായിരുന്ന പല വിഷ്വൽസും ഇവർ പരിശോധിക്കുന്നു. അതേസമയം അവിടേക്ക് തന്നെ മൈക്കിളും വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ ആയിട്ടല്ല മൈക്കിൾ അത് അയച്ചു കൊടുത്തത്. കാരണം അങ്ങനെ അയച്ചു കൊടുത്താൽ ഈസി ആയിട്ട് ശക്തി കണ്ടുപിടിക്കുമെന്ന് മൈക്കിളിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ആ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ മൈക്കിൾ ഡാനിയലിന്റെ കയ്യിൽ എത്തിച്ചിരിക്കുന്നത്. തന്റെ അന്വേഷണത്തിൽ ആയിഷയും മനസ്സിലാക്കി മൈക്കിളും ഡാനിയലും കണ്ടുമുട്ടിയെന്ന്. എന്നാൽ മൈക്കിളിനെ പറ്റി ഡാനിയൽ ആയിഷയോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ആരും അറിയാതെ മൈക്കിളും ഡാനിയലും മീറ്റ് ചെയ്ത സമയത്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഡോക്യുമെന്റ് മൈക്കിൾ ഡാനിയലിന് കൊടുത്തത്. ശരിക്കും മൈക്കിളിന് തന്നെ ഇത് പുറത്തു കൊണ്ടുവരാം. എന്നാൽ അതിനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. മരിച്ചുപോയ ജ്യോതിക്ക് വേണ്ടിയിട്ട് ഇതെങ്കിലും ചെയ്യണമെന്ന് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. സാധാരണ ജനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പെരിസ്കോപ്പ് എന്ന് പറയുന്ന ആ സ്പൈവെയർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ഒരേയൊരു ഡോക്യുമെന്റ് ആയിരുന്നു അത്. ശക്തി സൊല്യൂഷൻസിനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവ്. അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് ഡാനിയൽ മൈക്കിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജ്യോതി അവർ കൊന്നത് തന്നെയാണ്, നളിനിയെ കൊന്നതുപോലെ. അവൾ അവസാനമായിട്ട് ഓർഡർ ചെയ്തിരുന്ന ആ സ്പ്രേക്കുള്ളിലായിരുന്നു അവളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ നെർവ് ഏജന്റ് അവർ മിക്സ് ചെയ്ത് കൊടുത്തുവിട്ടത്. ഇവിടെ ശക്തിയാകട്ടെ മൈക്കിളിനെയും ഡാനിയലിനെയും എങ്ങനെയെങ്കിലും കൈയോടെ പിടിക്കണമെന്നുള്ള ഒറ്റ പ്ലാനിലായിരുന്നു. അതേസമയം ആ ഫ്ലൈറ്റിൽ നിന്നും താഴേക്ക് ചാടിയ ഡാനിയലാകട്ടെ പാരച്യൂട്ടുമായിട്ട് കടലിലേക്കാണ് വീണത്. അതുവഴി പോയ ഒരു ഫിഷർമാനും അയാളുടെ മകനും ചേർന്നിട്ട് ഡാനിയലിനെ രക്ഷിക്കുന്നു. മംഗലാപുരം ഏരിയയിലായിരുന്നു ഡാനിയൽ ലാൻഡ് ചെയ്തിരുന്നത്. ആ ഓഫീസേഴ്സിന്റെ അടുത്ത് നിന്നും ശക്തിയും അത് മനസ്സിലാക്കി. പക്ഷേ മംഗലാപുരത്താണ് ഡാനിയൽ വീണതെങ്കിൽ അയാളുടെ ട്വിറ്റർ അക്കൗണ്ട് അയാൾ എങ്ങനെ തിരിച്ചു പിടിച്ചു? അയാൾ ഡൽഹിയിലിരുന്നാണ് ട്വീറ്റ് ഇട്ടിരിക്കുന്നത്. മംഗലാപുരത്ത് വീണ ഡാനിയൽ ഒരിക്കലും ഡൽഹിയിലിരുന്ന് ട്വീറ്റ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാളുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് ട്വീറ്റ് ചെയ്തത് മറ്റാരെങ്കിലും ആകാം. അയാളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഡൽഹിയിലുണ്ടാകും. ഡൽഹിയിലുള്ള ഡാനിയലിന്റെ അപ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ടാണ് ആരോ ട്വീറ്റ് ചെയ്തിരുന്നതെന്ന് അവർ മനസ്സിലാക്കി. ആ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ താമസിക്കുന്നത് ഡാനിയലിന്റെ പഴയ സുഹൃത്തായ കേണൽ റഹീമാണെന്നും ശക്തി കണ്ടുപിടിച്ചു. ശക്തിക്കും അയാളെ പരിചയമുണ്ടായിരുന്നു. റഹീമാണ് ഡാനിയലിനെ ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിൽക്കാൻ പോകുന്നില്ല എന്ന് ശക്തി പറയുന്നു. കാരണം ശക്തിക്കും മൈക്കിളിനും എല്ലാം എയർഫോഴ്സിൽ വെച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു കേണൽ റഹീം. ഇതേ റഹീമിനെ ടേക്ക് കെയർ ചെയ്യണമെന്നായിരുന്നു അഞ്ജു എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് ഡാനിയൽ മൂവിയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഫെയിലായി. അതിൽ 12ഓളം പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. കേണൽ റഹീമിന് തന്റെ ഒരു കാല് നഷ്ടമായി. അന്ന് നടന്ന ആ ഫെയിൽഡ് ഓപ്പറേഷൻ കാരണം ആർമി അയാളെ കൈയൊഴിഞ്ഞു. അതേസമയം ബോട്ടിൽ കയറി രക്ഷപ്പെട്ട ഡാനിയലാകട്ടെ ആ ബോട്ടിലുള്ള ആൾക്കാരോട് താൻ ആർമിക്കാരനാണെന്ന് പറയുന്നു. അത് കേട്ടതും ഡാനിയലിനെ അവർ ഹെൽപ്പ് ചെയ്യുന്നു. ബോട്ടിൽ നിന്നും അയാൾ എടുത്ത മെറ്റൽ പീസസും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അതിലുണ്ടായിരുന്ന റേഡിയോ എല്ലാം കണക്ട് ചെയ്തിട്ട് അയാൾ ഒരു ട്രാൻസ്മിറ്റ് ഉണ്ടാക്കുന്നു. മോഴ്സ് കോഡ് മെസ്സേജസ് അതിലൂടെ അയക്കാൻ പറ്റുമായിരുന്നു. അയാൾ മോഴ്സ് കോഡ് അയക്കുന്നത് ഡൽഹിയിലുള്ള റഹീമിനായിരുന്നു. റഹീം താമസിക്കുന്ന സ്ഥലത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. അതൊരു മോഴ്സ് കോഡ് ആണെന്ന് റഹീം കണ്ടെത്തുകയും തിരിച്ചതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ശക്തിക്കറിയാമായിരുന്നു ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന രഹസ്യമായിട്ടുള്ള പല വിവരങ്ങളും ഇതിനു മുമ്പും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഇവർ യൂസ് ചെയ്തിരുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയോ ഫോണുകളോ ഒന്നും തന്നെ ആയിരുന്നില്ല. ഇതൊന്നുമില്ലാതെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഒരു ഫെയിൽഡ് ഓപ്പറേഷന്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ചെയ്ത റഹീമിനെ പോലൊരു ഓഫീസറിനെ എന്തിന് ഡാനിയൽ കോണ്ടാക്ട് ചെയ്യണമെന്ന് ബാക്കിയുള്ളവർ ശക്തിയോട് ചോദിക്കുമ്പോൾ ശക്തി പറയുന്നുണ്ട് അന്നത്തെ ആ ഓപ്പറേഷനിൽ താനും ഉണ്ടായിരുന്നുവെന്ന്. ആ ഓപ്പറേഷൻ റഹീം സാറിന്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല. ആ ഓപ്പറേഷൻ റെക്കോർഡ്സിൽ ഉണ്ടായിരുന്നതായിരുന്നില്ല. അത് കാരണം കൊല്ലപ്പെട്ടവരുടെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ കേണൽ റഹീം ഏറ്റെടുക്കുകയായിരുന്നു. അയാൾ നിരപരാധിയായിരുന്നു. പക്ഷെ ആൾക്കാരെല്ലാം അയാൾക്കെതിരായിരുന്നു. അതുകൊണ്ടാണ് കേസ് വന്നത്. എന്നാൽ ഗവൺമെന്റിന്റെ മുന്നിൽ അയാൾ നിരപരാധിയാണെന്ന് ഒടുവിൽ റഹീം പ്രൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ആരും റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ ഡാനിയലിന്റെ ഈ ഒരു അവസ്ഥയിൽ റഹീം തന്നെയായിരിക്കും സഹായിക്കുന്നത്. അത് കാരണം ശക്തിയുടെ ആൾക്കാർ ഡൽഹിയിൽ താമസിക്കുന്ന റഹീമിന്റെ വീട്ടിലേക്ക് പോകുന്നു. മോഴ്സ് കോഡിലൂടെ ഡാനിയൽ റഹീമിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? റഹീമിന്റെ സഹായത്തോടുകൂടി ഡാനിയൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയാളുടെ കൂടെ ഈ വീട്ടിലുണ്ട്. റഹീം അഞ്ജുവിന്റെ സഹായത്തോടു കൂടി വീടിന്റെ മറ്റൊരു സൈഡിലൂടെ ഡാനിയലിനെ രക്ഷപ്പെടുത്തുന്നു. ഡാനിയൽ റഹീമിന്റെ അടുത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് അയാളെ പിടിക്കാൻ വന്ന ശക്തിയുടെ ആൾക്കാരെ റഹീം നേരിടുന്നു. ഓൾറെഡി മാവോയിസ്റ്റുകളുടെയും ടെററിസ്റ്റുകളുടെ ത്രെറ്റ് ഉണ്ടായത് കാരണം റഹീമിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന അയാളുടെ ഗണ്ണുപയോഗിച്ച് ഈ വന്നവരെയൊക്കെ റഹീം ഷൂട്ട് ചെയ്യുന്നു. ഇവരൊക്കെ ആരുടെ ആൾക്കാരാണെന്ന് തനിക്ക് അറിയില്ലെന്നും തന്നെ ഉപദ്രവിക്കാൻ വന്നവരായിരിക്കാന്ന് കരുതിയിട്ട് താൻ ഷൂട്ട് ചെയ്തതെന്നും ഡിഫൻസിന്റെ ചീഫിനോട് അയാൾ പറയുന്നു. പിന്നീട് അവിടെ നിന്നും പുറത്തു കിടന്ന റഹീം ആകട്ടെ മൈക്കിളിനെ കോൾ ചെയ്യുന്നുണ്ട്. മൈക്കിൾ തന്റെ വൈഫിനെയും മകളെയും കണ്ടിട്ട് പറയുന്നുണ്ട് താൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപകടമാണെന്നും തനിക്കൊരു മിഷനുണ്ട്, അത് തീർത്തിട്ട് താൻ വരാമെന്നും. തന്നെ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി മൈക്കിൾ ആകട്ടെ ഒരു
കാർ റെന്റിനെടുക്കുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ആധാറിന്റെ ആവശ്യമുണ്ടായിരുന്നു. മൈക്കിളിന്റെ ആധാർ അവിടെ സ്കാൻ ചെയ്തു. ഒരാളുടെ ഡേറ്റാസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ശക്തിയാകട്ടെ എങ്ങനൊരു സ്ഥലത്ത് നിന്നും മൈക്കിളിന്റെ ആധാർ സ്കാൻ ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും അവൻ അവിടെ നിന്നും കാർ റെന്റിനെടുത്തിട്ടുണ്ടെന്നും കണ്ടുപിടിക്കുന്നു. ഇതൊന്നും അറിയാതെ മൈക്കിള് അവിടെ നിന്ന് നേരെ പോകുന്നത് റഹീമിനെ കാണാനാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നേരത്തെ ഇവർ സേഫാക്കി മാറ്റി നിർത്തിയിരുന്ന ഡാനിയലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഹൈവേസിലൂടെ വണ്ടി ഓടിക്കാനോ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനോ ടോളുകളിലൂടെ വണ്ടി കടന്നു പോകാനോ ഒന്നും തന്നെ പാടില്ലെന്ന് റഹീം മൈക്കിളിനോട് പറയുന്നുണ്ട്. ഒരു രീതിയിലും ശക്തിയുടെ ആൾക്കാരെ തന്നെ ട്രാക്ക് ചെയ്യാതിരിക്കാനായിരുന്നു റഹീം അങ്ങനെ പറഞ്ഞത്. ആ ഫിഷർമാന്റെ ഹെൽപ്പോട് കൂടി കടലിന്റെ നടുക്കുള്ള ഒരു ചെറിയ ബോട്ടിൽ തന്നെയായിരുന്നു ഇപ്പോഴും മൈക്കിൾ ഉണ്ടായിരുന്നത്. എന്നാൽ മൈക്കിളിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ജെപിയുടെ ആൾക്കാര് ഡാനിയലിനെ പോയിസൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആന്റിഡോട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അയാളുടെ ബ്ലഡിൽ ആ പോയിസൺ ഇപ്പോഴും ഉണ്ട്. അയാൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ടായിരുന്നത് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. കണ്ണൂരിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വേണം മൈക്കിളിനെ കൊണ്ടുപോകാൻ. നേരത്തെ ലതികയാകട്ടെ ഹരിദാസ് എന്ന് പറയുന്ന ഒരാളെ പോയി കാണുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അയാളായിരുന്നു പ്രിസൺ വാർഡിൽ കിടക്കുന്ന ആതിരയും നോക്കിക്കൊണ്ടിരുന്നത്. അയാളുടെ സഹായത്തോടു കൂടി തന്നെ ഡാനിയലിനെ ചികിത്സിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു റഹീം. അങ്ങനെ ഇവർ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ശക്തിയുടെ ആൾക്കാർ ഇവരെ ട്രാക്ക് ചെയ്തു വരുന്നു. തങ്ങളെ ഇവർ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് റഹീം ചിന്തിക്കുന്നു. ഈ വണ്ടി എവിടെ നിന്ന് അടുത്തതെന്ന് ചോദിച്ചപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് താൻ ഇത് റെന്റിനെടുത്തതാണെന്ന്. താൻ ഇത്രയൊക്കെ സേഫ്റ്റി നോക്കിയിട്ടും മൈക്കിൾ കാണിച്ച ആ മണ്ടത്തരമാണ് ശക്തിയുടെ ആൾക്കാർ തങ്ങളെ കണ്ടുപിടിക്കാൻ കാരണമായതെന്ന് റഹീം മനസ്സിലാക്കി. ഇവരോട് ഫൈറ്റ് ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അവർ മൂന്നുപേരും ചേർന്നിട്ട് കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയോ സേഫ് ആയിട്ട് ഡാനിയലിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന 4 മണിക്കൂറിനുള്ളിൽ മൈക്കിളിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് റഹീം പറഞ്ഞു കൊടുക്കുന്നു. മിലിറ്ററി ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഒരു കോമൺ സെർവറിലാണ്. അതിനുള്ളിലേക്ക് കടന്ന് ജെപിയുടെ ഫോൺ ഹാക്ക് ചെയ്യുകയായിരുന്നു അവരുടെ തീരുമാനം. അയാൾ പോലും അറിയാതെ അയാളുടെ ഫോണിലേക്ക് ആ സ്പൈവെയർ കൊണ്ടുവരിക. മൈക്കിൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡാനിയല് തന്റെ പുതിയ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ജെപി ശക്തി സൊല്യൂഷനും ചേർന്നിട്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ചതും അവർ ഈ പെരിസ്കോപ്പ് എന്ന് പറയുന്ന സ്പൈവെയർ ഉപയോഗിച്ച് ജനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ അയാൾ ആ വീഡിയോയിലൂടെ പറയുന്നു. ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡാനിയലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ സഹായവും ഡാനിയലിന് ഈ ഒരു മിഷനിൽ ഉണ്ടായിരുന്നു. ജെപിയുടെ ഫോണിലേക്ക് അവരൊരു ലിങ്ക് അയക്കുന്നു. അയാളെ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലിങ്ക് ആയിരുന്നു അത്. ഡാനിയലുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ്. എന്നാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാളുടെ ഫോൺ നിരീക്ഷണത്തിലായിരുന്നു. അയാൾ ആരോടൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ പറയുന്നു എന്നെല്ലാം തന്നെ ഡാനിയലും മൈക്കിളും കേൾക്കുന്നു. ഡാനിയലിനെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം അയാൾ ആ ഓഫീസേഴ്സിനോട് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയും തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു മൈക്കിൾ. ഒരു ഫ്ലൈറ്റ് കയറാൻ പോകുന്ന ജെപി ആകട്ടെ ഒരു ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് കാരണം തന്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് അയാളുടെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൈക്കിളിനോട് ഡാനിയൽ പറയുന്നു. ഓരോ മെസ്സേജസും ഓരോ കോളുകളുടെയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ മൈക്കിൾ എടുക്കുന്നു. ജ്യോതിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയാളുടെ ഫോണിൽ നിന്ന് എടുത്തിട്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഡാനിയൽ ഒരു വീഡിയോ തയ്യാറാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ജെപി ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ടെൻഷനിലായിരുന്നു. അയാളുടെ ഈ സ്പൈവെയറിനെ കുറിച്ച് കണ്ടുപിടിച്ച നളിനിയ ചായയില് ആ ഒരു നെർവേജന്റ് കലർത്തി കൊന്നതും ഇയാളാണ്. ജ്യോതിയുടെ പെർഫ്യൂമിലൂടെ ജ്യോതിയുടെ ശരീരത്തിലേക്ക് അത് എത്തിച്ചു. ഇവർ രണ്ടുപേരുടെ മുഖത്ത് ഫേഷ്യൽ പാൾസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ടാർഗറ്റ് താനായിരിക്കുമെന്ന് ഡാനിയൽ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിന്റെ ആന്റിഡോട്ട് എടുക്കുകയും ചെയ്തത്. ഡാനിയലിന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ ജനങ്ങളെല്ലാം ഇത് അറിഞ്ഞതോടുകൂടി മീഡിയ ഉൾപ്പെടെ ജെപിയെ കാത്തു നിൽക്കുകയായിരുന്നു. അയാൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു ജനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവർക്കെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആതിരയെ എങ്ങനെയെങ്കിലും കൊല്ലാനായിരുന്നു ജെപിയുടെ ആൾക്കാരുടെ തീരുമാനം. ആതിര കൂടി കോടതിയിലെത്തി മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നാൽ ആതിരയെ സേഫായിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് റഹീം അവിടേക്ക് പോകുന്നു. അവിടെ ഡോക്ടേഴ്സിന്റെ വേഷത്തിലും വാർഡ് ബോയുടെ വേഷത്തിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാര് ആതിരയെ കൊല്ലാൻ വന്ന ആൾക്കാരാണെന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോട് റഹീം പറയുന്നു. താൻ ഒരു ആർമിക്കാരനാണെന്നും പറയുന്നു. ആ പോലീസുകാരന്റെ ഹെൽപ്പോട് കൂടി റഹീം ഉള്ളിലേക്ക് കയറി ആതിരെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജെപിയുടെ ആൾക്കാര് റഹീമിനെ ഫോളോ ചെയ്യുന്നു. അവരുമായിട്ട് റഹീം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിൽ ആതിരയെ തന്റെ ആൾക്കാരുടെ കയ്യിലേക്ക് സേഫായിട്ട് റഹീം എത്തിക്കുന്നു. എന്നിട്ട് ജെപിയുടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് റഹീം അടിച്ചിട്ട് അവരുടെ ഒരാളെ തന്നെ എടുത്ത് വീൽ ചെയറിലിരുത്തി വെറുതെ ഇവരുടെ മുന്നിലൂടെ കൊണ്ടുപോകുന്നു. അത് ആതിരയാണെന്ന് കരുതിയിട്ട് വീൽ ചെയറിലിരിക്കുന്ന ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ജെപിയുടെ ആൾക്കാർ വരികയും റഹീമിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ലിഫ്റ്റിൽ വെച്ച് അവരെല്ലാവരും റഹീമിനെ കുത്തുന്നു. ലിഫ്റ്റിൽ തന്നെ കൊഴിഞ്ഞു വീണ റഹീമാകട്ടെ കുറച്ച് സമയത്തിനകം അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. പക്ഷെ റഹീമിന്റെ ആൾക്കാർ സേഫായിട്ട് ആതിര അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആതിര എവിടെയാണ്, അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. റഹീമിന്റെ മരണവിവരം അറിഞ്ഞ് ആകെ തകർന്നാണ് ഡാനിയലും മൈക്കിളും അവിടേക്ക് വരുന്നത്. റഹീം മരിക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം CCTVയിലൂടെ ഡാനിയൽ കാണുന്നു. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഡാനിയൽ ശ്രദ്ധിക്കുന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കണ്ണിമ വെട്ടിക്കൊണ്ട് മോഴ്സ് കോഡിന്റെ രൂപത്തിൽ ഒരു സന്ദേശം റഹീം ഡാനിയലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡീകോഡ് ചെയ്തെടുത്തപ്പോൾ ഒലിവ് ടോൾസി എന്നായിരുന്നു ഡാനിയലിന് കിട്ടിയത്. ഇത് കേട്ട് മൈക്കിൾ പറയുന്നുണ്ട് ജ്യോതി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ പേര് ഒലിവ് എന്നാണെന്ന്. അപ്പാർട്ട്മെന്റിലുള്ള ജ്യോതിയുടെ ഫ്ളാറ്റിലേക്ക് എത്തിയപ്പോൾ ഡാനിയലിന് അവിടെ വെച്ച് ആതിരയെ കാണാൻ സാധിച്ചു. റഹീമിന്റെ ആൾക്കാർ സേഫായിട്ട് അവളെ അവിടേക്കാണ് കൊണ്ടുവന്നത്. ലതികയും ആയിഷയും മൈക്കിളും ഡാനിയലും എല്ലാവരും ചേർന്നിട്ട് ആതിരയോട് പറയുന്നുണ്ട് നടന്ന സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയാനും അത് വീഡിയോ ആക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനും. അങ്ങനെ ആതിര
എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. 10th നല്ല മാർക്ക് കിട്ടിയത് കൊണ്ടാണ് +1 ചേർന്ന് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ലാപ്ടോപ്പ് കിട്ടിയത്. ശക്തി സൊല്യൂഷന്റെ വകയായിരുന്നു എല്ലാവർക്കും ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. ആദ്യമൊക്കെ അത് പഠിക്കാനാണ് യൂസ് ചെയ്തത്. പിന്നീട് സിനിമ കാണാനും വാർത്ത കാണാനും അങ്ങനെ എല്ലാത്തിനും ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി. എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആതിരയെ കോച്ചിങ്ങിന് ചേർക്കാൻ വേണ്ടിയിട്ട് ആതിരയുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അയാൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ലാപ്ടോപ്പിലൂടെ ആതിരയുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ശക്തി സൊല്യൂഷൻ ആകട്ടെ ലോൺ ആപ്പുകളിൽ നിന്നും ആതിരയുടെ അച്ഛനെ കോൾ ചെയ്യാൻ തുടങ്ങി. പല ആപ്പുകളിൽ നിന്നും അയാൾ ലോൺ എടുത്തു. അവരുടെ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്തു. ഈ ലാപ്ടോപ്പ് വിതരണത്തിലൂടെയാണ് ഓരോ ആൾക്കാരുടെയും ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാനെന്നുള്ള വ്യാജേന പല രീതിയിലും പല ആൾക്കാരിലൂടെയും ഈ ശക്തി സൊല്യൂഷൻ അവരെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൾ സെന്ററുകളിൽ നിന്ന് അങ്ങനെ അവർക്ക് നല്ലൊരു വരുമാനം ലഭിക്കുകയും ചെയ്യും. പാവപ്പെട്ട ആൾക്കാർക്ക് ഇവർ ലോൺ കൊടുക്കും. അവർ ആ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ലാപ്ടോപ്പിലൂടെ അവർ സീക്രട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്തിരുന്ന പല വിഷ്വൽസുമായിരുന്നു. അതിരുടെ കേസിൽ അവൾ ഡ്രസ്സ് മാറുന്ന വിഷ്വൽസ് ആയിരുന്നു അവർ റെക്കോർഡ് ചെയ്ത് വെച്ചത്. ഓഫായിരിക്കുന്ന ലാപ്ടോപ്പിലെ ക്യാമറയിലൂടെ പോലും അവർക്ക് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരെ ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തും. നാണക്കേട് ഭയന്ന് അവർ എങ്ങനെയെങ്കിലും ലോൺ തിരിച്ചടയ്ക്കും. അങ്ങനെ അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. ആതിരയുടെ അച്ഛനും അതിനിരയായിരുന്നു. ആതിരയുടെ അച്ഛന്റെ മരണത്തിന് ശേഷം അവളുടെ അമ്മ മീഡിയയോട് തുറന്നു പറഞ്ഞു തങ്ങളുടെ കുടുംബത്തെ ഈ ആൾക്കാർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്ന്. എന്നാൽ ഇവരുടെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് എന്ന വ്യാജന ആതിരയെ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി. അവളെ കേസിൽപ്പെടുത്തി ജയിലിലാക്കി. വേറെ രാജ്യത്തിരിക്കുന്ന ക്രിമിനലുകൾക്ക് അവൾ തന്റെ നഗ്ന വീഡിയോസ് വലിയ വിലയ്ക്ക് വിറ്റു പറഞ്ഞിട്ട്. ഈ സത്യങ്ങളെല്ലാം ഡാനിയലിന്റെ സഹായത്തോടുകൂടി ആതിര യൂട്യൂബ് വീഡിയോയിലൂടെ പുറത്തുവിട്ടതോടുകൂടി ജനങ്ങളെല്ലാം ഇത് കാണുകയും ശക്തി സൊല്യൂഷൻസിനും ജെപിക്കെതിരെ തിരിയുകയും ചെയ്തു. അവരുടെ ഓഫീസുകളൊക്കെ തല്ലി തകർക്കാൻ ആരംഭിച്ചു. അവരുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിയ എല്ലാവരും ആ ലാപ്ടോപ്പ് നശിപ്പിച്ചു. എന്നാൽ തനിക്കെതിരെ അന്വേഷണം വരുമെന്ന് മനസ്സിലാക്കിയ ശക്തിയാകട്ടെ തന്റെ കമ്പനിയിലുള്ള എല്ലാവരോടും പറയുന്നുണ്ട് CPU-യിൽ നിന്ന് ഹാർഡ് ഡിസ്ക് എടുത്ത് നശിപ്പിച്ച് കളയാൻ ഒരു എവിഡൻസും ആർക്കും കിട്ടാൻ പാടില്ല എന്ന്. ജെപിയുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ നശിക്കും എന്നൊരവസ്ഥയിലെത്തി. ജെപി ശക്തിയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ശക്തി പറയുന്നുണ്ട് ഇപ്പോൾ ഫോണിൽ സംസാരിക്കേണ്ട, അവര് നമ്മളെ ട്രാക്ക് ചെയ്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ശക്തിയുടെ ആ ഡൗട്ട് ശരി തന്നെയായിരുന്നു. മൈക്കിളും ഡാനിയലും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഫോണിലൂടെ തന്നെ ശക്തി ഡാനിയലിനോട് പറയുന്നുണ്ട് നിങ്ങളിത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന്. നിങ്ങൾ ഇത്രയധികം ബുദ്ധിമാനാണെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളെ കുറച്ചുകൂടി നന്നായിട്ട് ഞാൻ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ ഫേസ് ചെയ്ത അതേ അവസ്ഥയിൽ തന്നെയാണ് താൻ ഇപ്പോഴുള്ളതെന്ന് ശക്തി പറയുന്നു. അന്ന് എയർഫോഴ്സിൽ വെച്ചിട്ട് തന്റെ കോക്പിറ്റിൽ തീ പിടിക്കുകയും കൺട്രോൾ ചെയ്യാൻ പറ്റാതായപ്പോൾ തനിക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് ഡാനിയൽ സാർ ആയിരുന്നല്ലോ തന്നെ രക്ഷിച്ചതെന്നും ശക്തി പറയുന്നു. പക്ഷേ അന്ന് എന്റെ അച്ഛൻ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. ആ കോക്പിറ്റിൽ തീപിടുത്തം ഉണ്ടാകാൻ കാരണം തന്നെ എന്റെ അച്ഛനായിരുന്നു. അച്ഛന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഒരു പ്രശ്നമുണ്ടായ സമയം അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വന്തം മകനെ തന്നെ കൊന്നിട്ട് ആ സിമ്പതി പിടിച്ചുപറ്റി ഒരു സീറ്റ് വാങ്ങിയെടുക്കുക, അതായിരുന്നു അയാളുടെ ലക്ഷ്യം. പക്ഷേ ശക്തിയുടെ അച്ഛൻ ജെപിയുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ശക്തി എന്ന് ഡാനിയൽ രക്ഷിച്ചു. ഇതെല്ലാം കേട്ടി ഡാനിയൽ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ മൈക്കിൾ പറയുന്നുണ്ട് അതൊക്കെ സത്യമായിരുന്നു എന്ന്. അന്ന് ആ ജെറ്റിന്റെ കോക്പിറ്റില് തീപിടുത്തം ഉണ്ടായത് വെറുതെയല്ല, അത് പിന്നീട് തങ്ങൾക്ക് മനസ്സിലായി എന്ന്. സ്വന്തം അച്ഛൻ തന്നെ ശക്തിയെ കൊല്ലാൻ ശ്രമിച്ചത് മനസ്സിലായതുകൊണ്ടാണ് മൈക്കിൾ അന്നു മുതൽ ശക്തിയുടെ കൂടെ നിന്നത്. ഫോഴ്സിൽ ഇരുന്നു കൊണ്ട് മകൻ മരിച്ചു കഴിഞ്ഞാൽ ജെപിയോട് ആൾക്കാർക്ക് തോന്നുന്ന സിമ്പതി ഉപയോഗിച്ച് പൊളിറ്റിക്സിൽ വളരുകയായിരുന്നു അന്ന് ജെപിയുടെ ലക്ഷ്യം. പക്ഷേ ഇന്നും അതേ തെറ്റ് ആവർത്തിക്കാൻ താൻ സമ്മതിക്കില്ല എന്നും ഇന്ന് തനിക്ക് വേണ്ടി അച്ഛൻ മരിക്കേണ്ടി വരുമെന്നും ശക്തി പറയുന്നു. താൻ പറയുന്ന പോലെ അച്ഛനിപ്പോൾ മരിക്കുകയാണെങ്കിൽ ഇതുവരെയും അച്ഛന്റെ പൊളിറ്റിക്കൽ കരിയറിൽ അച്ഛന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു ഇമേജ് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അച്ഛന്റെ പേരിൽ ഒരു സ്റ്റാച്യുവോ ഒരു റോഡോ പണിയാം. നിങ്ങൾ മരിക്കണമെന്ന് ശക്തി ജെപിയോട് പറയുന്നു. ഈ ആൾക്കാർക്ക് മുന്നിൽ നിങ്ങൾ തോൽക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യണം. ശക്തി അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വേറെ നിവർത്തിയില്ലാതെ അവൻ പറഞ്ഞത് കേട്ട് തന്റെ തോക്കെടുത്ത് സ്വയം ജെപി തലയിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. ആൾക്കാരെല്ലാം വയലന്റായി ശക്തിയുടെ ഓഫീസ് അടിച്ചു പൊളിക്കുകയായിരുന്നു. അതിനിടയിലൂടെ മൈക്കിളും ഡാനിയലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഡേറ്റാസും അവിടുത്തെ സിസ്റ്റത്തിൽ നിന്നും കോപ്പി ചെയ്യുന്നു. അതെല്ലാം ലതികയ്ക്ക് മൈക്കിൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ മൈക്കിൾ അവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ശക്തിയാകിട്ട് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നീ ഇത്രയും കാലം എന്റെ കൂടെ നിന്നതല്ലേ, ഇപ്പൊ എന്തിനാ എന്നെ ചതിക്കുന്നതെന്ന്. എല്ലാത്തിനും ശക്തിയുടെ കൂടെ അവൻ നിന്നെങ്കിലും ജ്യോതിയോട് ശക്തി ചെയ്തത് മൈക്കിളിന് പൊറുക്കാൻ പറ്റില്ലായിരുന്നു. അവർ തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. ആ സമയം ഡാനിയലും അവിടേക്ക് വരുന്നു. നിന്റെ തെറ്റുകൾ നീ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു ഡാനിയൽ പറഞ്ഞത്. എന്നാൽ അവന്റെ തെറ്റുകളൊന്നും അവൻ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. വേറെ നിവൃത്തിയില്ലാതെ ഡാനിയലാകട്ടെ ജ്യോതിയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ സ്പ്രേ തന്നെ ശക്തിയുടെ മുഖത്തേക്കും സ്പ്രേ ചെയ്യുന്നു. ജ്യോതിയുടെ റൂമിൽ നിന്നും അത് ഡാനിയൽ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് ശക്തി പുറത്തേക്ക് പോയെങ്കിലും ആക്സിഡന്റ് ആവുകയും അവൻ മരിക്കുകയും ചെയ്തു. തങ്ങൾ കണ്ടെടുത്ത തെളിവുകളെല്ലാം വെച്ചിട്ട് ശക്തി സൊല്യൂഷനെതിരെയുള്ള കേസ് ലതിക ജയിക്കുന്നു. ആതിരയുടെ നിരപരാധിത്വം തെളിഞ്ഞു. ശക്തി ഗ്രൂപ്പ് ഇതുവരെ കൊടുത്ത എല്ലാ ലാപ്ടോപ്പും തിരിച്ചെടുക്കുകയും പകരം കുട്ടികൾക്ക് നല്ലൊരു കമ്പനിയുടെ ലാപ്ടോപ്പ് സേഫ്റ്റിയോട് കൂടെ തന്നെ കൊടുക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. ഡാനിയൽ ഇതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡിഫൻസിലേക്ക് തന്നെ അയാളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോള് വന്നു. എന്നാൽ തന്നെ തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു തരത്തിലുള്ള ആദരവും കിട്ടാതെ മരണമടഞ്ഞ കേണൽ റഹീമിന് വേണ്ട ആദരവെല്ലാം കൊടുക്കാനായിരുന്നു ഡാനിയൽ പറഞ്ഞത്. റഹീമിന്റെ നഷ്ടം ഡാനിയലിനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഫോഴ്സിലുണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളെ പറ്റി എല്ലാം തന്നെ
ഡാനിയൽ ആലോചിക്കുന്നു. ഡാനിയലിന്റെ നിർദ്ദേശപ്രകാരം ഡിഫൻസ് ഫോഴ്സ് കേണൽ റഹീമിന് അർഹിക്കുന്ന ആദരവ് തന്നെ കൊടുത്തു. എന്നാൽ അപ്പോഴും തന്റെ പഴയ ജോലിയിലേക്ക് തിരിച്ച് കയറണോ വേണ്ടയോ എന്ന് ഡാനിയൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ തന്നെ ഒരു രാജ്യദ്രോഹിയായിട്ടാണോ അതോ ഒരു രാജ്യസ്നേഹിയായിട്ടാണോ കാണുന്നതെന്ന് ഇപ്പോഴും ഡാനിയലിന് ഉറപ്പുണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.